ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കോഴിക്കോടിൽ ഞങ്ങൾ ജനിച്ചു വളർന്ന സ്ഥലമാണ് തിരുവണ്ണൂർ. അവിടെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന വർഷാവർഷം നടക്കുന്നതാണ് ശൂരംപടേൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇന്നിടുന്നത്. എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ആകെ ഞാനൊരു 2 പ്രാവശ്യം അങ്ങനെ ഇത് ശൂരംപട പോയി കണ്ടിട്ടുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് പോകാൻ പറ്റിയിട്ടില്ല. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അത് ആദ്യമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും, ഞാനും അനിയനും ഏച്ചിയൊക്കെ കൂടി ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി ശൂരംപട കാണുന്നത് കേട്ടോ. അപ്പോൾ അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിടുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് ശൂരംപടേൻ്റെ തലേന്ന് ദിവസത്തെയാണ്. ഇത് വരവ് എന്ന് പറയും. അത് 3 കോലങ്ങളാണുള്ളത്. 3 കോലങ്ങൾ തമ്മിലുള്ള യുദ്ധമാണിത്. ശൂരപത്മാസുരൻ, താരകാസുരൻ, പിന്നെ വീരബാഹു എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമീൻ്റെ തേരാടയാണ്. അപ്പം ഈ സുബ്രഹ്മണ്യ സ്വാമി ഈ 2 അസുരന്മാരുമായിട്ടുള്ള യുദ്ധമാണ് ശൂരംപട എന്ന് പറയുന്നത് കേട്ടോ. അപ്പം അതിൽ അവർ ശൂരംപടേൻ്റെ തലേ ദിവസം എല്ലാ കോലങ്ങളും റെഡി ആയതിനു ശേഷം അമ്പലത്തിൽ വന്ന് തൊഴാൻ വരും. അത് നല്ല അടിപൊളിയായിട്ട് ചെണ്ടയും ഓരോരോ ടീമുണ്ട്. ആ ടീമിൻ്റെ നല്ല ഭംഗിയുണ്ടാവും അത് കാണാൻ. അതാണ് ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസമാണ് ശൂരംപട നടക്കുന്നത്. വൈകുന്നേരമാണ് ശൂരംപട സ്റ്റാർട്ടായിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കോലങ്ങൾ തമ്മിലുള്ള യുദ്ധമാണത്. കുറേ ആൾക്കാരുള്ളതുകൊണ്ട് അത്ര നമുക്ക് അടുത്തുനിന്നായിട്ട് നന്നായിട്ട് എടുക്കാൻ പറ്റിയില്ല. കുറച്ച് ദൂരത്തു നിന്നാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവർ ഇങ്ങനെയാട്ടോ യുദ്ധം. അങ്ങോട്ടും ഇങ്ങോട്ടും ആ വണ്ടി വലിച്ചിട്ട് അവർ അങ്ങനെ ചെയ്യുന്നതാണ് യുദ്ധം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. പക്ഷെ നല്ല രസമായത് കാണാൻ. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ കുറച്ച് പുറകിലായതുകൊണ്ട് അത്ര നല്ല വൃത്തിയായിട്ട് അത് കിട്ടിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക്. നല്ല രസമായത് കാണാൻ. ഇതിൻ്റെ അവസാനം ആകുമ്പോഴേക്കും ഈ 2 അസുരന്മാരുടെയും തല വെട്ടിയിട്ടാണ് ഈ യുദ്ധം അവസാനിക്കുന്നത്.
അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു.